നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞു. ഞാൻ പോരാ. എന്റെ മോള് സുന്ദരിയായിരിക്കുന്നു. എന്റെ മീനാക്ഷി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് അതിസുന്ദരിയായിട്ട് വേണം. എല്ലാവർക്കും എന്റെ അഭിമാനം സന്തോഷമാണെന്നോ? ഇത്ര സുന്ദരിയായി കുഞ്ഞുമോളെ കാണുമ്പോ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. മീനാക്ഷി കൊച്ചെന്ന് തീർത്ത് വിളിക്കില്ല മുത്തശ്ശൻ. അത്രയ്ക്ക് പൊന്നോമനയാ മുത്തശ്ശന് മീനാക്ഷി. മകളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മാതാപിതാക്കളുടെ ആത്മസന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നിട്ട് എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. വിചാരിക്കുന്ന സമയത്ത് കല്യാണം നടക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യ, മുജ്ജന്മ സുഹൃതെന്ന് മുതിർന്നവർ പറയും. എന്തായാലും ആ ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടി. ഈ ഭാഗ്യമൊക്കെ നിന്റെ അമ്മയ്ക്കും കിട്ടേണ്ടതായിരുന്നു. എന്തെയ്യാം, ആ പാവത്തിന് അതിനൊന്നും വിധിയില്ലാതെ പോയി. ഈ മുഹൂർത്തത്തിന് അവൾക്ക് സാക്ഷിയാവാനും ദൈവം അവസരം കൊടുത്തില്ല. എന്താ പറയാ, ഇങ്ങനെയൊക്കെയാ മനുഷ്യജീവിതം. എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ല. അച്ഛനെ കാണാത്തതിൽ ടെൻഷനുണ്ടോ? മോള് വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ എങ്ങനെയും വരുമെന്ന എന്റെ പ്രതീക്ഷ. അച്ഛൻ വരും. എന്റെ മോളെ അനുഗ്രഹിക്കാൻ ദൈവം ചേട്ടനെ പറഞ്ഞയക്കും. അച്ഛന് ദക്ഷിണ കൊടുത്തേ നീ കതിർമണ്ഡപത്തിലേക്ക് കയറാവൂ. ചേട്ടൻ വന്നാലത്തെ കാര്യം ഓർക്കുമ്പോ ഉള്ളിലൊരു നടുക്കോ. അമ്മ എങ്ങനെ പ്രതികരിക്കുക? ആ സമയാവാറായി. വേഗം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. ശരി മോളെ. ഒരിക്കലും നടക്കില്ലാത്ത കല്യാണമാണിതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ വൈശാഖ് ഇതുവരെ പോവാത്ത എന്താ? അതോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ കാല് മാറുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.